ഈ ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിനിലെ ഡിഫറൻസ് എന്താണെന്ന്? സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ജേർണി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് മുതൽ അത് ഫൈനലി കസ്റ്റമർ വരെ എത്തുന്ന ആ ഒരു നെറ്റ്വർക്കിനെയാണ് ബേസിക്കലി നമ്മൾ സപ്ലൈ ചെയിൻ എന്ന് പറയാം. എത്തിക്കുന്ന ആ ഒരു നെറ്റ്വർക്ക് അതിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ എന്ന് പറയാം. സിമ്പിളായിട്ട് പറയാം, നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഒരു ഐറ്റം ഓർഡർ ചെയ്തു, ഷർട്ട് നമ്മുടെ അടുത്ത് എത്തി എന്നല്ലാണ്ട് നമ്മൾ അതിനെപ്പറ്റി ബാക്കൗട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ച് കഴിയുകയാണെങ്കിൽ ഈ ഷർട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ഏതെങ്കിലും ഒരു വെയർ ഹൗസിലായിരിക്കാം. ആ വെയർ ഹൗസിലെത്തുന്നതിന് മുമ്പ് ഇതൊരു പ്രൊഡക്ഷൻ പ്ലാന്റിലായിരിക്കും. പ്രൊഡക്ഷൻ പ്ലാന്റിൽ ഇത് പ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ വേണം, ഫാബ്രിക് പോലുള്ള റോ മെറ്റീരിയൽസ് വേണം. ഇനി ഒന്നും കൂടി ബാക്കോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ബേസിക്കലി ഫാബ്രിക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നൂലുകൾ വേണം, ഡൈ വേണം. ഇനി അതിൻ്റെ ബാക്കോട്ട് പോവുകയാണെങ്കിൽ എന്താണ്? ഏതെങ്കിലും ഒരു കർഷകൻ ഉണ്ടാക്കിയ പഞ്ഞിയായിരിക്കും. അപ്പോൾ ബേസിക്കലി ഒരു കർഷകൻ്റെ അടുത്തു നിന്നുള്ളൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവൻ്റെ ഒരു പ്രൊഡ്യൂസ് അത് പല സ്റ്റേജുകൾ കടന്ന് ഒരു കസ്റ്റമറുടെ അടുത്ത് വരെ എത്തിക്കുന്ന ആ ഒരു നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ഒരു ലോങ് ജേർണി. ആ ഒരു ലോങ് ജേർണി ബേസിക്കലി അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സപ്ലൈ ചെയിൻ എന്ന് പറയാം.